ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് 0.51% ഇടിഞ്ഞതോടുകൂടി വീക്ക്ലി ബേസിസിൽ തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ച ഇന്ത്യൻ ഇൻഡെക്സ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും നിഫ്റ്റി 0.58% ഇടിഞ്ഞ് 22,795 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിൽ ഇന്ന് മിഡ് ക്യാപ് ഇൻഡെക്സും സ്മോൾ ക്യാപ് ഇൻഡെക്സും ഇടിഞ്ഞു. മിഡ് ക്യാപ് ഇൻഡെക്സ് 1.32%, സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.70%മാണ് ഇടിഞ്ഞത്. ഗ്ലോബൽ ട്രേഡ് ടെൻഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ട കൺസേൺ US ഫെഡ് റിസർവ് ഒഫീഷ്യൽസും പങ്കുവച്ചു. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് മുകളിൽ ടാക്സ് ചുമത്തുന്ന എല്ലാ കൺട്രികൾക്കും മുകളിൽ റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്താനും അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഓട്ടോ ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചു. സെമി കണ്ടക്ടർ, ഇമ്പോർട്ടഡ് കാർ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്ക് മുകളിലാണ് ഇനി ഫ്രഷ് താരിഫ് ഹൈക്ക് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓട്ടോ ഇൻഡെക്സ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 2.6% ഇടിഞ്ഞു. ഓട്ടോ സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. M&M 6% ഇടിഞ്ഞപ്പോൾ TVS മോട്ടോർ, സംവർധന മദർസൺ, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ 2 മുതൽ 4% ഇടിഞ്ഞു. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ചൈനയ്ക്ക് മുകളിൽ 10% താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുകളിൽ 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞെങ്കിലും ആ ആക്ഷൻ ഡിലേ ആയിട്ടുണ്ട്. കൂടാതെ ഇമ്പോർട്ടഡ് സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്ക് മുകളിലും 25% ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ റെസിപ്രോക്കൽ ടാക്സ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രോഗ്രസ്സിലുമാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോ, ഫാർമ തുടങ്ങിയ ഇൻഡെക്സുകളിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. അതേസമയം മിറ്റൽ ഇൻഡെക്സ് മാത്രമാണ് ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത്. PSU, റിയാലിറ്റി, നിഫ്റ്റി മീഡിയ തുടങ്ങിയ ഇൻഡെക്സുകൾ 1%-ലേറെ ഇടിയുകയും ചെയ്തു. ഇനി ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 22,500 ഇനി പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. 22,850 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ നൊമോറയുടെ റിപ്പോർട്ട് പ്രകാരം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ഇപ്പോൾ വീക്കാണെങ്കിലും 2025 വർഷത്തെ അവസാനത്തോടുകൂടി ഇന്ത്യൻ മാർക്കറ്റ് 23,784 വരെ റിക്കവർ ആകാൻ സാധ്യതയുണ്ടെന്ന് നൊമോറയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ 5% പൊട്ടൻഷ്യലി ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നൊമോറയുടെ ലോവസ്റ്റ് ടാർഗറ്റ് 21,800-ഉം ഹയസ്റ്റ് ടാർഗറ്റ് 25,700-മാണ്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ 20%-ന് മുകളിലേക്ക് ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് നെഗറ്റീവ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഡെക്സിൻ്റെ ബെസ്റ്റ് സീനറിയോ നമ്മൾ പരിശോധിച്ചാൽ 25,700 എന്ന പ്രൊജക്ഷനാണ് നൊമോറ എന്ന ബ്രോക്കേജ് ഏജൻസി മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിയാൽ നൊമോറ ഫിനാൻഷ്യൽ, കൺസ്യൂമർ സ്റ്റേബിൾസ്, ഗ്യാസ്, ടെലികോം, പവർ, ഫാർമ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സെക്ടറുകളിൽ ഓവർ വെയ്റ്റ് റേറ്റിംഗും കൺസ്യൂമർ ഡിസ്ക്രിഷണറി, ഓട്ടോ, ക്യാപിറ്റൽ ഗുഡ്സ്, സിമൻറ്റ്, ഹോസ്പിറ്റൽ, മെറ്റൽ തുടങ്ങിയ സെക്ടറുകളിൽ അണ്ടർ വെയ്റ്റ് റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പരിശോധിച്ചാൽ ആക്സിസ് ബാങ്ക്, വോൾട്ടാസ്, ABB തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ബൈ എന്ന് അല്ലെങ്കിൽ ആഡ് എന്ന റേറ്റിംഗും മാരുതി സുസുക്കി ഇന്ത്യ, നിപ്പോൺ ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ്, ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ്, GE വെർണവ, T&D സിസ്റ്റം തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് സെൽ അല്ലെങ്കിൽ റിമൂവ് എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. ഇനി 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ത്രീയിലും മാർക്കറ്റ് അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയില്ലെന്നാണ് നൊമോറയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വളരെ കുറവാണ്. കൂടാതെ ഗ്ലോബൽ ട്രേഡ് പോളിസിയുമായി ബന്ധപ്പെട്ട അൺസർട്ടനിറ്റി നിലനിൽക്കുകയും ഫിസിക്കൽ കണ്ടീഷൻസ് മോശമാവുകയും ഹൗസ് ഹോൾഡ് സേവിംഗ് ഉയരുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ഇത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി എൻ്റയർ BSE ലിസ്റ്റഡ് ആയ കമ്പനിയുടെ പെർഫോമൻസ് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 3 സെഷനിലും കമ്പനികളുടെ പെർഫോമൻസ് മോശമാകാനാണ് സാധ്യത. ഏകദേശം 200 കമ്പനികളിൽ 16%-ഓളം നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് നൊമോറ എന്ന ബ്രോക്കേജ് ഏജൻസി പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കമ്പനികളുടെ ഓവറാൾ ഏർണിംഗ് 11% ഉയരാനും എക്സ്പെൻസിൽ 6%-ഓളം വർധനവ് വരാനും സാധ്യതയുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും
അതേസമയം അനലിസ്റ്റുകൾ ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകുകയും ചെയ്ത വെറും 50 രൂപ റേഞ്ചിലെ ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് സുസിലോൺ എനർജി ലിമിറ്റഡ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.29% ഉയർന്ന് 55-നടുത്ത് ക്ലോസിംഗ് നൽകി. 75,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 65.73. സുസിലോണിന് ഇൻവെസ്റ്റെക് എന്ന ബ്രോക്കേജ് ഏജൻസിയാണ് ബൈ എന്ന റേറ്റിംഗും 70 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. കൺസിഡറബിൾ അപ്സൈഡ് പൊട്ടൻഷ്യൽ, അതായത് 28%-നടുത്ത് അപ്സൈഡ് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കായിട്ടാണ് സുസിലോൺ എനർജി എന്ന സ്റ്റോക്കിനെ വിലയിരുത്തിയിരിക്കുന്നത് തന്നെ. റീസെൻ്റ്ലി സുസിലോൺ എനർജി എന്ന കമ്പനി അതിൻ്റെ വിൻഡ് എനർജി സെക്ടർ ഇംപ്രൂവ് ചെയ്ത് കമ്പനിയുടെ ടോട്ടൽ ഓർഡർ ബുക്ക് 5.5 ഗിഗാവാട്ടായി ഉയർത്താനും ശ്രമിച്ചിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ സുസിലോൺ എനർജിയുടെ പെർഫോമൻസ് മോശമാണ്. സുസിലോൺ എനർജിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 91% വർദ്ധിച്ച് 203 കോടിയിൽ നിന്നും 387 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 91% വർദ്ധിച്ച് 1553 കോടിയിൽ നിന്നും 2969 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഓർഡർ ബുക്ക് പരിശോധിച്ചാലും 5.5 ഗിഗാവാട്ടിൻ്റെ ഓർഡർ കമ്പനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനും അവസരമുണ്ട്. സുസിലോൺ എനർജി എന്ന സ്റ്റോക്ക് 70 രൂപയിൽ നിന്നും കറക്റ്റായി, അല്ലെങ്കിൽ 80 രൂപയ്ക്ക് മുകളിൽ നിന്നും കറക്റ്റായി 50 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. 50 സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ്. 50 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 40 ആയിരിക്കും മറ്റൊരു പ്രധാന സപ്പോർട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്